ദീപക് എന്ന സഹോദരൻ്റെ മരണത്തിന് കാരണമായ ആ വൈറൽ പോസ്റ്റിനെ കുറിച്ച് ആ സഹോദരി പറഞ്ഞത് ഇന്നലെ കേൾക്കാനിട വന്നു. ഒരു സൈക്കോളജിസ്റ്റാണ്, കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്, ഒരു സാമൂഹിക പ്രവർത്തകയാണ്. അപ്പോൾ അവരൊരു സൈക്കോളജിക്കലായിട്ട് അവൻ ചെയ്യുന്നൊരു കാര്യത്തെ അവൻ്റെ അച്ഛനും അമ്മയും അറിയാൻ, സമൂഹം അറിയാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് അവിടെ പറയേണ്ടത്. തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പ്രതികാരമാണോ? അല്ല. അത് ഒരു പക്ഷേ ആ ഒരു സഹോദരന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അത് എക്സിബിറ്റ് ചെയ്യല്ല വേണ്ട. ഇങ്ങനത്തെ ഒരു കാര്യം സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നത് തീർച്ചയായും ഒരു കളക്റ്റീവ് പണിഷ്മെൻ്റാണ്. വേണമെങ്കിൽ തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് വ്യക്തികളുടെ പേര് പറയാതെ വേണമെങ്കിൽ പറയാം, അത് കുഴപ്പമില്ല. അത് ജീവിതത്തിൽ വലിയൊരു പാടായിരിക്കും നൽകുന്നത്. ഒരു വ്യക്തി ഹത്യ ചെയ്യുമ്പം, ആ ഒരു കുടുംബത്തെ ഹത്യ ചെയ്യുമ്പം അതെന്താവും? ഒരു കളക്റ്റീവായിട്ടുള്ള പണിഷ്മെൻ്റായിട്ട് മാറും. ഘട്ടത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ചോദിക്കേണ്ടതാണ്, അവർ ചെയ്തത് ഉദ്ദേശത്തോടെയാണോ? മുമ്പ് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു കുറ്റകൃത്യമാണോ? അല്ലെങ്കിൽ സാമൂഹിക തെറ്റിദ്ധാരണയാണോ? ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് പലപ്പോഴും ഒരു പ്രൊഫഷണൽ പരാജയമാണ്. സഹോദരൻ്റെ ആത്മഹത്യ, ഒരാളും മറ്റൊരാളെ നേരിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നില്ല. പക്ഷേ ചില പ്രവൃത്തികൾ അവരെക്കുറിച്ച് ദുർബലമായ മനസ്സിനെ ആണ് അതിലേക്ക് തള്ളിവിടുന്നത്. നമ്മളെ മനസ്സിനുള്ളിൽ നമ്മൾ പല സ്റ്റോറികൾ ഉണ്ടാക്കുന്നു, അത് അസ്വസ്ഥതകളെ പരിവർത്തനം ചെയ്യുന്നു, അത് സൂയിസൈഡിലേക്ക് കടന്നു പോകുന്നു. പബ്ലിക്കായിട്ടുള്ള അപമാനം, ഓൺലൈൻ ആക്രമണങ്ങൾ, മാനനഷ്ടങ്ങൾ, ഇതൊക്കെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാരണങ്ങളാണ്. തീർച്ചയായിട്ടും ആ ഒരു സഹോദരി ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മുൻകൂട്ടി തിരിച്ചറിയേണ്ടിയിരുന്നു. ഇന്നിപ്പം ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ സഫർ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ സൈക്കോളജിസ്റ്റ് മാറിയില്ലേ?